ലോകം ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം പോകുന്നത്. മോർണിംഗ് വൈബ്സിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ കാണാതായ ഇറാൻ പ്രസിഡന്റിനെ ഇനിയും കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ്. 12 മണിക്കൂർ തെരച്ചിൽ ഇപ്പോഴും പിന്നിടുകയാണ്. മോശം കാലാവസ്ഥ മൂലം അപകടം നടന്ന സ്ഥലത്ത് രക്ഷാസംഘത്തിന് ഇനിയും എത്താനായിട്ടില്ല. ന്യൂസ് ഡെസ്കിൽ നിന്ന് രഞ്ജിത്ത് രാമചന്ദ്രൻ കൂടുതൽ വിവരങ്ങളുമായി എത്തുകയാണ്. രഞ്ജിത്ത്, ഇബ്രാഹിം റൈസിയെ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു ഹെലികോപ്റ്റർ അപകടം നടന്നു, അദ്ദേഹത്തെ കാണാനില്ല എന്നുള്ള വാർത്ത നമ്മളെ തേടിയെത്തിയത്. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തൊക്കെ വിവരങ്ങൾ ഇറാനിൽ നിന്ന് ഔദ്യോഗികമായി ലഭിക്കുന്നുണ്ട്? പ്രസിഡന്റിനായി പ്രാർത്ഥിക്കണമെന്നുള്ള സന്ദേശമാണ് അവിടെ നിന്ന് ആകെ ലഭിച്ചത് കഴിഞ്ഞ ദിവസം. ഇന്നിപ്പോൾ രാവിലെയായി എന്തൊക്കെ തരത്തിലുള്ള പുതിയ അപ്ഡേഷനുകൾ ഈ വാർത്തയിൽ വരുന്നുണ്ട്? അരിയ, ഏറ്റവും ആശങ്കാജനകമായ കാര്യം ഇതുവരെയും ഈ പ്രസിഡന്റിനെയും ഒപ്പമുള്ളവരെയും കണ്ടെത്താനായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം തിരച്ചിൽ 12 മണിക്കൂർ പിന്നിടുകയാണ്. ഇന്നലെ ഏതാണ്ട് 7 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. മോശം കാലാവസ്ഥയാണ് ഈ അപകട സ്ഥലത്തേക്ക് രക്ഷാ ദൗത്യ സംഘത്തിന് എത്താൻ പറ്റാത്ത സാഹചര്യം ഒരുക്കുന്നത് എന്ന് തന്നെയാണ് വിവരം. കാരണം 12 മണിക്കൂറായി തീവ്രമായ ശ്രമം നടത്തുന്നുണ്ട് ഇവിടെ എത്തുകയും ഈ ഹെലികോപ്റ്റർ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട്. പക്ഷേ അതിന് സാധിക്കുന്നില്ല എന്നുള്ളത് അതീവ ആശങ്കാജനകമായി മാറുകയാണ്. റഷ്യയും തുർക്കിയും ഇറാഖും അടക്കമുള്ള ഇവർക്ക് ലോകരാജ്യങ്ങൾ സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ രക്ഷാദൗത്യത്തിൽ ഇതിനകം പങ്കാളികളായി കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നമുക്കറിയാം, ഇന്നലെ അസർബൈജാൻ അതിർത്തിക്ക് സമീപത്തുള്ള ജോൽഫ നഗരത്തിൽ വെച്ചാണ് അപകടമുണ്ടായത് എന്നുള്ളതാണ്. തലസ്ഥാനമായ തെഹ്റാനിൽ നിന്ന് ഏതാണ്ട് 600 കിലോമീറ്റർ വടക്ക് ഈ പർവ്വത നിരകൾ നിറഞ്ഞ ഒരു സ്ഥലം കൂടിയാണ് ഇത്. കിഴക്കൻ അസർബൈജാൻ പ്രവിശ്യയിലൂടെയായിരുന്നു ഈ യാത്ര നടത്തിക്കൊണ്ടിരുന്നത്. ഇതിനിടയിലാണ് ഈ 3 ഹെലികോപ്റ്ററുകൾ ഉണ്ടായിരുന്നത്. അതിൽ ഒരു ഹെലികോപ്റ്റർ തകർന്നു വീണത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ തകർന്നു വീണത് അത് നേരത്തെ പറഞ്ഞ പോലെ ഹാർഡ് ലാൻഡിംഗ് എന്നാണ് ഇതിനെ ഇന്നലെ ഇറാന്റെ വാർത്താ ഏജൻസി അടക്കം വിശേഷിപ്പിച്ചത്. അത് അപകടകരമായ തരത്തിൽ ലാൻഡ് ചെയ്യുന്ന പശ്ചാത്തലമുണ്ടായി. പക്ഷേ അതിനുശേഷം ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള കാര്യം, ഈ ഇവരെക്കുറിച്ച് ഇവരുടെ അടുത്ത് എത്താനാവുന്നില്ല. ഇവരുമായുള്ള വാർത്താവിനിമയ സംവിധാനം മുഴുവൻ വിച്ഛേദിക്കപ്പെട്ട ഒരു പശ്ചാത്തലം കൂടി ഒരുങ്ങി. ഇറാന്റെ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയാൻ ഈ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നു. മറ്റൊന്ന് കിഴക്കൻ അസർബൈജാൻ പ്രവിശ്യ ഗവർണർ മാലിക് റഹ്മത്തിയാണ്. ഒപ്പം പരമോന്നത നേതാവായ അയത്തുള്ള ഖൊമേനിയുടെ പ്രതിനിധിയായ അയത്തുള്ള മുഹമ്മദ് അലിയും ഈ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഇറാന്റെ വളരെ പ്രധാനപ്പെട്ട അധികാര സ്ഥാനത്തിരിക്കുന്നവർ തന്നെയാണ് ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നത്. ഇവരെല്ലാവരും അപകടത്തിൽപ്പെട്ടു എന്നുള്ളതാണ്. ഇന്നലെ മുതൽ തന്നെ ഇറാന്റെ വാർത്താ ഏജൻസികൾ, ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷനിലടക്കം പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുകയാണ്. പ്രസിഡന്റിന്റെ ആരോഗ്യത്തിനായി, അദ്ദേഹത്തിന്റെ ജീവന് വേണ്ടിയുള്ള പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുന്ന സാഹചര്യമുണ്ട്. ഇറാൻ ജനതയോട് പ്രാർത്ഥനാഭരിതമായി പ്രസിഡന്റിനായി കാത്തിരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഔദ്യോഗിക വാർത്താ ഏജൻസിയും ഭരണ സംവിധാനവും മറ്റും. ഇത് ഈ അപകടസ്ഥലം നേരത്തെ കണ്ടെത്തി എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ അവിടേക്ക് ഉസി ഗ്രാമത്തിനടുത്താണ്, അവിടെയാണ് ഹെലികോപ്റ്റർ ഇറക്കിയത്. അവിടേക്ക് എത്താനുള്ള ശ്രമങ്ങൾ തീവ്രമായി നടത്തുന്ന പശ്ചാത്തലം കൂടി ചേർത്ത് വായിക്കണം. പക്ഷേ അതിപ്പോൾ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. ഏതായാലും ലോകരാജ്യങ്ങളിൽ തന്നെ വലിയൊരു ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവമായി ഇത് മാറുകയാണ്. കാരണം ഇറാന്റെ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു അധികാര കേന്ദ്രമാണ്. അതോടൊപ്പം ഇങ്ങനെ വളരെ നിർണായകമായ ഡെലിഗേറ്റ്സുകളും ഇവരുമായി ബന്ധപ്പെട്ട ആളുകളുമൊക്കെ നമുക്കറിയാം. അത് അസർബൈജാനുമായി ചേർന്ന് അവിടുത്തെ മൂന്നാമത്തെ അണക്കെട്ട് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ് ഈ ഹെലികോപ്റ്ററിൽ ഇവർ സഞ്ചരിക്കുകയും നിർണായകമായ നയതന്ത്ര നീക്കങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയും ചെയ്തത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും ഇവരിലേക്ക് എത്താനോ ഈ പറഞ്ഞതുപോലെ ഇവരെ കണ്ടെത്താനോ ഉള്ള ശ്രമങ്ങൾ ഒരു തരത്തിലും മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളത്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ മധ്യപൂർവ്വ മേഖലയിലെ പ്രധാന ശക്തിയായ ഇറാന്റെ തലവനാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. ലോകം അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുന്നു എന്നതിനപ്പുറം അത് പ്രധാനപ്പെട്ട ഒരു തലവൻ, നേതാവ്, അദ്ദേഹം ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഇറാൻ വൃത്തങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഉള്ള വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്? എന്തുകൊണ്ട് ഈ അപകടം സംഭവിച്ചു? എന്താണ് ഹെലികോപ്റ്ററിന് തകരാറ് പറ്റിയതാണോ? എന്താണ് സംഭവിച്ചത് എന്നുള്ളത്? ഇതുവരെ മോശം കാലാവസ്ഥ കാരണമാണ് ഹെലികോപ്റ്റർ ഇത്തരത്തിൽ അവിടെ ഹാർഡ് ലാൻഡിംഗ് നടത്തേണ്ടി വന്നത് എന്നാണ് നമുക്ക് ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്. പക്ഷേ അട്ടിമറി അടക്കമുള്ള സാധ്യതകളിലേക്ക് ഇത് നീങ്ങുന്നുണ്ടോ എന്ന കാര്യം സംശയിക്കത്തക്ക വിധത്തിൽ ഇനിയും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അതിന് കാരണം നമുക്കറിയാം, അവിടുത്തെ ഇറാനിലും മറ്റും ഉണ്ടാകുന്ന യുദ്ധ സമാനമായ സാഹചര്യം നിരവധി രാജ്യങ്ങളും
ഉള്ള വിവിധങ്ങളായ വിഷയങ്ങളുണ്ട്. ഒരുപക്ഷെ ആ തരത്തിൽ അമേരിക്ക അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ ഇറാനുമായി ബന്ധപ്പെട്ട് പലവിധ കാര്യങ്ങളിലും ലോകക്രമത്തിൽ തന്നെ തെറ്റി നിൽക്കുന്ന പശ്ചാത്തലം ഇതിനോട് ചേർത്ത് വായിക്കേണ്ട സാഹചര്യമുണ്ട്. പക്ഷേ അതൊക്കെ ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടില്ല. അപ്പോൾ ആദ്യത്തെ ശ്രമം ഈ പ്രസിഡന്റിന്റെ ഹെലികോപ്റ്റർ എവിടെയാണ് എന്നത് സംബന്ധിച്ച് അത് കണ്ടെത്താനുള്ള തീവ്രമായ നീക്കങ്ങൾ തന്നെയാണ്. ഒരുപക്ഷെ അതിനുശേഷമായിരിക്കും ഇറാൻ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുക എന്നുള്ളതാണ്. രക്ഷാ സംഘങ്ങൾ 20 സംഘങ്ങളായി തിരിഞ്ഞാണ് ഈ പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് എത്താനുള്ള നീക്കങ്ങൾ നടത്തുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ആര്യ, ഈ പ്രദേശം പർവ്വതനിരകൾ നിറഞ്ഞ ഒരു പ്രദേശമാണ്. അവിടെ കാടുകളുണ്ട്, മോശം കാലാവസ്ഥ, ശക്തമായ മഴ അവിടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രേഖപ്പെടുത്തുന്ന പശ്ചാത്തലമുണ്ട്. നദികൾക്ക് സംഘങ്ങൾ എത്താൻ പറ്റാത്ത ഒരു പശ്ചാത്തലം, അവിടുത്തെ ഭൂപ്രകൃതിയുടെ പ്രത്യേകതകൾ കൊണ്ട് തന്നെയാണ് ഇത് എന്ന് മനസ്സിലാകുന്നത്. പക്ഷേ ഈ പ്രധാനപ്പെട്ട ലോകരാജ്യങ്ങൾ, റഷ്യ അടക്കം അതിനൂതന സാങ്കേതിക സംവിധാനമുള്ള ലോകരാജ്യങ്ങളുടെ സഹായം ഉണ്ടായിട്ട് പോലും ഇവിടേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ആശങ്കാജനകമായി തീരുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ അത് തീവ്രമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും എത്രയും പെട്ടെന്ന് നമുക്ക് ശുഭകരമായ ഒരു വാർത്ത ലഭിക്കും എന്ന് തന്നെയാണ് ഇറാനും പ്രതീക്ഷിക്കുന്നത്. ലോകരാജ്യങ്ങളും അത്തരത്തിലാണ്. ഏതായാലും പ്രാർത്ഥനാ ചടങ്ങുകൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. രക്ഷാദൗത്യം അതിൻ്റെ ഏതാണ്ട് നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്നു. പക്ഷെ അപ്പോഴും ഇവരെ സംബന്ധിച്ചുള്ള ഒരു സൂചന പോലും നൽകാൻ ഇറാന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായ കാര്യം. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ അട്ടിമറി സാധ്യത അത് ഉണ്ടായിട്ടുണ്ടോ, അത്തരത്തിലൊരു സാധ്യത മുന്നിൽ നിൽക്കുന്നുണ്ടോ എന്നുള്ളതും ലോകരാജ്യങ്ങൾ ഒന്നായി ഉറ്റുനോക്കുന്ന കാര്യമാണ്. ഹമാസിനും ഹിസ്ബുല്ലയ്ക്കും ഒക്കെ പ്രധാന ശക്തി കേന്ദ്രമായി പിന്തുണ നൽകുന്ന രാജ്യമാണ് ഇറാന്. ആ ഒരു ശക്തി കേന്ദ്രത്തിന്റെ തലവനാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു അട്ടിമറി സാധ്യതയിലേക്ക് പോലും വിരൽ ചൂണ്ടുന്നത്, അല്ലേ? തീർച്ചയായും നമുക്കറിയാം റഷ്യ അടക്കമുള്ള ലോകരാജ്യങ്ങളുടെ സഹായം ഇതിനകം ലഭിച്ചു കഴിഞ്ഞു. അമേരിക്കയുമായുള്ള ഇറാന്റെ ശത്രുത അറിയാം. നേരത്തെ പറഞ്ഞതുപോലെ നിരവധിയായ യുദ്ധങ്ങൾ, ഇസ്രായേലുമായി ബന്ധപ്പെട്ട പലവിധ പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. ഇസ്രായേലൊക്കെ ഇവരുടെ ശത്രുക്കളെ ഏത് തരത്തിലും അപായപ്പെടുത്തുകയും അപകടപ്പെടുത്താനും ഒക്കെ ഏറെ സാങ്കേതികമായി വികസിച്ച ഒരു രാജ്യമാണ്. നിരവധി തവണ അവർ പല കാര്യങ്ങളും തെളിയിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് സാധ്യതകളിലേക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കേണ്ട സാഹചര്യം ഒരുങ്ങി വരും. പക്ഷെ തൽക്കാലം അത്തരം സൂചനകളിലേക്കോ അല്ലെങ്കിൽ അത്തരം ആരോപണങ്ങളിലേക്കോ അത്തരം ഗൗരവതരമായ കാര്യങ്ങളിലേക്കോ കടക്കുന്നില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ പ്രസിഡന്റിനെ സംബന്ധിച്ച് വിവരം ലഭിച്ച ശേഷമായിരിക്കും അത്തരം അന്വേഷണങ്ങളിലേക്ക് ഇറാൻ പോലും കടക്കുക. ഇറാനൊപ്പം നിൽക്കുന്ന ചില ലോകരാജ്യങ്ങൾ കൂടി ഇപ്പോൾ ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഹമാസ് അടക്കം ഈ വിഷയത്തിൽ അപലപിച്ച സാഹചര്യം ഇന്നലെ തന്നെ ഉണ്ടായ പശ്ചാത്തലമുണ്ട്. അങ്ങനെ ഒരുപാട് ലോകരാജ്യങ്ങളുടെ സഹായം ഇറാന് ലഭിക്കുന്നുണ്ട്. ആര്യ പറഞ്ഞ പോലെയുള്ള മറ്റ് വശങ്ങളിലേക്ക് കടക്കണം എങ്കിൽ ഈ ഹെലികോപ്റ്റർ സംബന്ധിച്ച് വിവരം കിട്ടണം, അപകടത്തിന്റെ യഥാർത്ഥ കാരണം അറിയണം, എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തത വേണം. ഈ 2 ഹെലികോപ്റ്റർ ഒപ്പം പോയിരുന്ന 2 ഹെലികോപ്റ്ററുകൾ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു എന്നുള്ളത് ആശ്വാസകരമാണ്. അവരിൽ നിന്നും വിവരങ്ങൾ ഇപ്പോൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണ ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കടക്കുമ്പോഴും പ്രസിഡന്റിനെ സംബന്ധിച്ച് യാതൊരു സൂചനകളും ഇറാന് ഇതുവരെ നൽകാനാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറെ ആശങ്ക ജനിപ്പിക്കുന്നത്. ആര്യ, രഞ്ജിത, ഇതോടൊപ്പം കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഈ ഇറാൻ നേരിടുന്ന ആണവ ഉപരോധം പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും ഒന്നും ശരിയായ രീതിയിൽ കാലപ്പഴക്കം ചെന്നതാണ്. അത് നന്നാക്കാനോ പുതിയത് വാങ്ങാനോ ഒന്നുമുള്ള ഒരു സാഹചര്യം രാജ്യത്തിനില്ല എന്ന ഒരു വാർത്ത കൂടി ഇതിനിടയ്ക്ക് വരുന്നുണ്ട്. ഒരു പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഇത്തരത്തിൽ ഹെലികോപ്റ്റർ കാലപ്പഴക്കം ചെന്നതാണ്, അതിന് സംഭവിച്ച കേടുപാടാണ് എന്നുള്ള തരത്തിലേക്ക് കൂടി ഈ ഒരു വിഷയത്തെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്, അല്ലേ? തീർച്ചയായും ഈ പലവിധ കാരണങ്ങളാൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയത് കാരണം ഏതാണ്ട് ഒറ്റപ്പെട്ട ഒരു രാജ്യമായി ഇറാൻ പല സാഹചര്യങ്ങളിലും മാറിയിരുന്നു. കാരണം ഇറാന് കൈ അയച്ച് സഹായിച്ചിരുന്ന ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പോലും സമീപകാലത്തായി വലിയ എതിർപ്പ് ഇറാൻ പല വിഷയങ്ങൾ നേരിടേണ്ടി വരുന്ന പശ്ചാത്തലമുണ്ട്. സാമ്പത്തിക സഹായമൊക്കെ ഗൾഫ് രാജ്യങ്ങൾ GCC രാജ്യങ്ങൾ ഇറാൻ നൽകിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യമൊക്കെ മാറി വന്നിരുന്നു. അമേരിക്കയുടെ വലിയ എതിർപ്പും ഇറാനുമായി ബന്ധപ്പെട്ട് നേരിടേണ്ടി വരുന്ന പശ്ചാത്തലമുണ്ട്. അയൽരാജ്യമായി ഇറാഖുമായി പോലും പല ഘട്ടങ്ങളിലും യുദ്ധസമാനമായ സാഹചര്യങ്ങൾ കാര്യങ്ങൾ ചേർത്ത് വായിക്കണം. ആര്യ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കാരണം അവരുടെ വിമാനങ്ങളും അവരുടെ ഹെലികോപ്റ്ററുകളുമായി ബന്ധപ്പെട്ട സുരക്ഷിത കാര്യങ്ങളിൽ നിരവധി തവണ സംഭവിച്ചിട്ടുണ്ടെന്നും അത് ഈ നേരത്തെ മുന്നറിയിപ്പുകൾ ഏജൻസികൾ നൽകിയിട്ടുണ്ടെന്നും ഒക്കെയുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. പക്ഷേ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അതീവ സുരക്ഷയുള്ള ഒരു നേതാവാണ്, ഒരു പ്രധാനപ്പെട്ട ഭരണാധികാരിയാണ്. അദ്ദേഹം സഞ്ചരിച്ച ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ട് അത്തരം വാർത്തകൾ ഉണ്ടാവുക എന്ന് പറയുന്നതും അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ശുഭകരമല്ല. സ്വാഭാവികമായും ആ തരത്തിലേക്ക്
അന്വേഷണം പോകേണ്ടി വരും, അത്തരം കാര്യങ്ങൾ പരിശോധിക്കേണ്ടി വരും. അതിനൊക്കെയുള്ള സമയമായി വരുന്നതേ ഉള്ളൂ. ഏതായാലും 12-13 മണിക്കൂർ പിന്നിടുമ്പോഴും പ്രസിഡന്റിനെ സംബന്ധിച്ച് യാതൊരു അറിവുമില്ല എന്നുള്ളതാണ് ആശങ്കാജനകമായ കാര്യം. 20 സംഘങ്ങളായുള്ള തെരച്ചിൽ നടത്തുന്നുണ്ടെങ്കിൽ പോലും ഈ ഹെലികോപ്റ്ററിന് സമീപത്തേക്ക് എത്താനാവുന്നില്ല എന്നുള്ളതാണ് ആശങ്ക ജനിപ്പിക്കുന്നത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട നേതാക്കളാണ് ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഇവർ ഇതിനകം ജീവിച്ചിരിപ്പുണ്ടോ എന്ന കാര്യത്തിൽ പോലും സംശയം ജനിപ്പിക്കത്തക്ക വിധത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെയെങ്കിൽ മറ്റ് ഘട്ടങ്ങളിലേക്ക്, ഈ അട്ടിമറി അടക്കം, ഈ ഹെലികോപ്റ്ററുകളുടെ കാലപ്പഴക്കമടക്കമുള്ള മറ്റു കാരണങ്ങളിലേക്ക് ഇറാന് കടക്കേണ്ടി വരും. മോശം കാലാവസ്ഥയെ മാത്രം പഴിച്ചുകൊണ്ട് ഈ വിഷയം അവസാനിപ്പിക്കുന്ന സാഹചര്യം സ്വാഭാവികമായും ഉണ്ടാകില്ല. അപ്പോൾ അത്തരം അന്വേഷണങ്ങളിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിക്കേണ്ടി വരും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ആര്യ, ഹെലികോപ്റ്റർ അപകടത്തിൽ കാണാതായ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. 12 മണിക്കൂർ തെരച്ചിൽ ഇപ്പോഴും പിന്നിടുകയാണ്. മോശം കാലാവസ്ഥ മൂലമാണ് ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് രക്ഷാസംഘത്തിന് എത്താൻ കഴിയാത്തത്. വിവിധ ലോക ശക്തികൾ ഈ രക്ഷാപ്രവർത്തനത്തിന് ഭാഗമാകുന്നുണ്ട്. നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ കൊടും കാട്ടിൽ പർവ്വത നിരകളിലാണ് ഈ അപകടം സംഭവിച്ചിട്ടുള്ളത്. ഹെലികോപ്റ്റർ തകർന്ന് വീണത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ രക്ഷാസംഘത്തിന് അവിടേക്ക് എത്താനുള്ള ഒരു ബുദ്ധിമുട്ടും നേരിടുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിനായി ലോകം കാത്തിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന ഒരേ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഈ അപകടം നടന്നതിന് പിന്നാലെ തന്നെ ഇറാൻ ലോകരാജ്യങ്ങളോട് അഭ്യർത്ഥിച്ച കാര്യമാണ്. അത് ഇറാൻ പ്രസിഡന്റ് തിരികെ വരുന്നതിനായി ലോകം പ്രാർത്ഥിക്കണം എന്നുള്ളത്. അതിനപ്പുറം ഈ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു എന്നതിൽ കൂടുതൽ മറ്റ് അപ്ഡേഷനുകൾ ഈ നിമിഷം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്.